ഇപ്പോഴേ മുകളിലേക്ക് എല്ലാം പോവാണോ? അവിടെ ആൾക്കാരുടെ അധികപ്പറ്റ ഇപ്പൊ ചെലപ്പോ വിളിക്കാതെയും പോകേണ്ടി വരും. പുതിയ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങി. മുറിക്ക് സൗകര്യങ്ങൾ ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് കുറവുണ്ട്. എല്ലാ ചെയറും ഇല്ലേ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു ചെയർ ഇരിക്കുമ്പോ ഇല്ലേ ഇങ്ങനെ കുലുങ്ങണം. അപ്പൊ ഞാനോർത്ത് ഇത് എന്നെ പോലും കുലുങ്ങണേ, ഇത് എന്നാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇട്ട് തന്ന. അപ്പൊ അവരപ്പോഴും വെച്ച് എന്നെ സാറേ ഇങ്ങനെ പൊക്കം കുറച്ച്, പിന്നെ എല്ലായിടത്തും കസേര ഹൈറ്റിലല്ലേ പഴയ കസേരക്ക് ഇതിന്. പിന്നെ ഇത് പറഞ്ഞാലും ഞാൻ മറന്നു വരുന്ന റേറ്റ് അഭിപ്രായം പറയുക. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓരോരുത്തർക്കും ടീ സെർവ് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് കൊണ്ടേ വെക്കാം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അപ്പോൾസ്ട്രി ഇങ്ങനെ മോശമായതുകൊണ്ട് അങ്ങനെ മൂടിയിട്ടേക്കണതല്ലേ, നിങ്ങൾക്ക് പ്രെയർ മീറ്റിംഗ് നടത്തുമ്പോഴെങ്കിലും ആ ഷീറ്റ് ഒന്ന് മാറ്റി മര്യാദക്ക് ഇട്ടുകൂടെയെന്ന. നമ്മുടെ കുറുകുറാന്നിരിക്കണ കാണിച്ചു തരാം. ആട്ടിൻ വാരിയല് സ്റ്റൂ. അമ്മക്ക് എന്തോ ഒരു അതൃപ്തി പോലെ അത് പറയുമ്പോ. പക്ഷെ ടേസ്റ്റിയാ, സൂപ്പർ ടേസ്റ്റാ. അതെ 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 റെഡിയായി. ഞാൻ കിച്ചണിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി വെച്ചതാ, സ്പേസ് കുറവുള്ളതുകൊണ്ട്. അപ്പൊ ഇനി ഇത് പാലപ്പത്തിന്റെ കൂടെ കാണിക്കാം എന്നാണ് പ്രതീക്ഷിച്ചിരിക്കണം. അതെ, ഓക്കെ ബൈ. പകർത്തുക. കൈ വേണ്ടല്ലോ അല്ലേ? കൈ വറക്കണ്ടോ? കൈ വേണ്ടല്ലോ. ഭാഗ്യം. കൈ വറക്കണ മുകളിലേക്ക് ഇപ്പോഴേ മുകളിലേക്ക് എല്ലാം പോവാണോ? ഇപ്പൊ പോണില്ല, അവിടെ ആൾക്കാരുടെ അധികപ്പറ്റ ഇപ്പൊ. പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരുപാട് ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം സ്ഥലമില്ലേ. പക്ഷെ പലതും ചെയ്ത് തീർക്കാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാലും നീ ഞാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇങ്ങനെ. ഇപ്പൊ ഏതായാലും വിളിക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ചെലപ്പോ വിളിക്കാതെയും പോകേണ്ടി വരും. ഇതൊക്കെ ചുമ്മാ പറഞ്ഞാട്ടോ, ഒരു തമാശക്ക് പറഞ്ഞാണ്. നിങ്ങൾ ഇതൊന്നും വിചാരിക്കണ്ട. അല്ല, അവരിപ്പോ എന്നാ വിചാരിക്കണം, തമാശയായിട്ട് വരുന്നത് കാണുന്ന പ്രേക്ഷകർക്ക് നമ്മളെ അറിയാവുന്നവരല്ല. അതെ, സ്ഥിരം കാണുന്നവര്. എന്നാ നമുക്ക് ചില പുതിയ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങി, അതൊന്ന് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയാട്ടോ വന്നേക്കണേ. ഒരാഴ്ചയായിട്ടോ വാങ്ങിച്ചിട്ടോ. അതെ, വീക്കെൻഡ് ആകുമ്പോഴല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. കഴിഞ്ഞ മൺഡേ എടുക്കാം. അതെ, ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാട്ടോ. പറയാ എന്നാന്നേ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ 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 അതെ. അപ്പൊ എന്നാന്നുള്ളത് കാണിക്കാം. ഞാൻ ഏപ്രിൽ കെട്ടിയേക്കണ കാരണം അവിടെ കിച്ചണിൽ പണി നടക്കണതിന്റെ ഇടയ്ക്ക് വന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാട്ടോ. നമ്മളുടെ കൊച്ചു കസേര ഇരുന്ന് കാണിക്ക. ഡൈനിങ് ടേബിളിലെ കൊച്ചു കസേര, ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് കയറാൻ പാകത്തിനുള്ള ചെയർ. അതെ അതെ അതെ, തേക്കിന്റെ ചെയറാണ്. വർക്ക്ഷോപ്പിൽ പറഞ്ഞ് ഓർഡർ കൊടുത്ത് ചെയ്യിച്ചതാണ്. സിയോൻ ഫർണിച്ചർ മുളന്തുരുത്തി, അങ്ങനെയല്ലേ എന്റെ പേര്? അതെ. അപ്പൊ അത് ഞങ്ങൾ അവിടെ പോയി ഒരു വ്ളോഗ് പിടിക്കാൻ കേട്ടോ. അന്നേരം നിങ്ങളെ ഡീറ്റെയിൽ കാണിക്കാം. അവിടെ നിന്നാണ് ഷെൽഫുകള്, ടീപ്പോയികള്, ഡ്രോയിങ് റൂമിലെ ടീപ്പോയി, പിന്നെ നിന്റെ മുറിയിലൊരു ടീപ്പോയി, ഷെൽഫുകള്, മേശകള്, സംഗതികളൊക്കെ നമ്മൾ എടുക്കാറ് ആ ഷോപ്പ് വന്നേ പിന്നെ. അപ്പൊ അത് നിങ്ങളെ ആ ഷോപ്പിലെ ഒരു വീഡിയോ കാണിക്കാം. പോയി ഡിസ്പ്ലേ എടുത്തു, 1-2 കാര്യം കൂടെ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അപ്പൊ അതേ ഡൈനിങ് ടേബിൾ പഴയതാ. ചെയർ നിങ്ങൾ ഓർക്കണില്ലേ, നേരത്തെ ചെയർ ഞാൻ കാണിച്ചു തരാം. ആ ചെയറിന്റെ രീതിയില് ഈ ടേബിളിന്റെ അടിയിലേക്ക് ചെയർ പോകണം. അപ്പൊ ഇവിടെ സ്പേസ് ഇത്രയും കിട്ടും. മുകളിലേക്ക് ഇത് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ തടസ്സമുണ്ട്. പിന്നെ നമ്മുടെ മുറികൾ പഴയ വീട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഇതായതുകൊണ്ട് നമുക്ക് മുറിക്ക് സൗകര്യങ്ങൾ ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് കുറവുണ്ട്. അപ്പൊ ഇതിങ്ങനെ കയറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നടക്കാൻ നല്ല സൗകര്യമാണ്. നേരെ മറിച്ച് മുകളിലേക്ക് എല്ലായിടത്തും ചെയർ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കണ ചെയറല്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഇതിങ്ങനെ ഇത്ര 6 ഇട്ട് കഴിയുമ്പോ അത്ര സ്പേസ് അങ്ങ് പോകും. നടക്കുമ്പോഴെല്ലാം തട്ടുവും മുട്ടും ഒക്കെ ചെയ്യും. കാരണം ഉള്ളിലേക്ക് കയറി കിടക്കണത്. അപ്പൊ നേരത്തെ പോലെ എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ ഏറ്റവും അത് ഞാൻ വന്നപ്പോഴുള്ള ഡൈനിങ് ടേബിള് ഇങ്ങനെ മൈക്കയുടെ ഡൈനിങ് ടേബിൾ ആയിരുന്നു. അതിന്റെ ചെറുത് ഇങ്ങനെ പഴയ കാലഘട്ടത്തിലാണ്, 30 കൊല്ലം മുമ്പുള്ള കാര്യമായിട്ട്. അതെല്ലാം മോശമായി പോയി. ഞാൻ പറഞ്ഞതാ, അങ്ങനത്തെ ടേബിളും ആയിരുന്നു. പക്ഷെ ആ ടേബിളിന്റെ ഫ്രെയിം തന്നെയാണ്. ആ ടേബിളിന്റെ കാലൊന്ന് കാണിച്ച്, ഡൈനിങ് ടേബിളിന്റെ കാലതിന്റെ തന്നെയാ, അത് തന്നെയാണ്. എന്നിട്ട്
ചെയ്യിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത സമയത്ത് ഇതിന്റെ മേളിലുള്ള പുറമേക്ക് അങ്ങ് മാറ്റി ടേബിളിന്റെ. എന്നിട്ട് ഇതിലിങ്ങനെ കാണിക്കാം, കള്ളി പോലെ കള്ളികള് അതൊക്കെ കള്ളികള് പണിക്കാർ ഇവിടെ ഇരുന്നാ ചെയ്തത്. പണിക്കാരെ കൊണ്ട് ആശാരിമാരെ കൊണ്ട് കള്ളികൾ സൃഷ്ടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിൽ ഓർഡർ കൊടുത്ത് ഇങ്ങനത്തെ ഗ്ലാസ്, ഇതിന്റെ വലുപ്പത്തിനുള്ള ഗ്ലാസ് ഇതേ സൈഡൊക്കെ കെറുവാക്കി എടുപ്പിച്ച് മേടിച്ചോണ്ട് വന്ന അത് ഷോപ്പുകാർ തന്നെ ഫിറ്റ് ചെയ്ത് തന്നത്. ചുമ്മാങ്ങ് വെച്ചേക്കും എന്തൊരു പശ വെച്ച് ഇവിടെയൊക്കെ 4 കോർണറിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പൊ ലോ കോസ്റ്റിലൊരു ടേബിളാണ് അന്ന് തയ്യാറാക്കിയത്. ടേബിളിന്റെ ഈ കാലുകൾ നല്ലതായതുകൊണ്ട് അത് മാറ്റിയില്ലായിരുന്നു. മേളിൽ ഒരു ഫ്രെയിം വെച്ചില്ലെങ്കിൽ ഗ്ലാസിന് വെയിറ്റ് ഇല്ലേ, അത് കാരണം ഫ്രെയിം വെച്ചാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറെ നാൾ, ഇത് 10 കൊല്ലം കഴിഞ്ഞു ഈ രീതിയിൽ ടേബിൾ ആക്കിയിട്ട്. അന്നപ്പോ സൗകര്യാർത്ഥം ആ ചെയർ ഒക്കെ മോശമായതുകൊണ്ട് ചെയർ മാറ്റി വേറെ രീതിയിലുള്ള ചെയർ നമ്മൾ ഓർക്കണ്ടോ, TV ജോസഫേട്ടന്റെ ആ കൊച്ചിയേട്ടന്റെ കടയിൽ നിന്ന്, അവിടുത്തെ തോമസ് ചേട്ടന്റെ മോന്റെ കടയിൽ നിന്ന് ഇതുപോലെ തന്നെ ഓർഡർ കൊടുത്തേച്ച് ഹൈറ്റ് കുറഞ്ഞ ചെയർ അവര് ഇവിടെ കടുത്തിരിച്ചില്ല, എവിടെയാന്ന് ഞാൻ മറന്നോ, എവിടെ അത് പെരുമ്പാവൂരാണോ ഓർഡർ കൊടുത്ത് അവര് ചെയ്യിച്ചു തന്നതാ. അന്നേരം അപ്പൊ പറഞ്ഞിങ്ങനെ കേറി കിടക്കണം, ഹൈറ്റ് പാടില്ല. അപ്പൊ അവരാ ചേട്ടൻ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പൊ അത് ഒക്കെ മോശമായി, കുഷ്യനും അപ്പോൾസ്ട്രിയും ഒക്കെ മോശമായതുകൊണ്ട് ഇനി ഇതൊക്കെ അത്ര ഭംഗിയല്ല, അതിനെ മോശമായി തുടങ്ങിയതുകൊണ്ട് 6 തേക്കിന്റെ ചെയർ വർക്ക്ഷോപ്പിൽ പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൽ പറഞ്ഞവരെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. വേറെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുവന്നു, പെട്ടി ഓട്ടോ അവരുടെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവന്ന് നമുക്ക് ഡോർ ഡെലിവറി ആണ്. അടിപൊളി, നല്ല കംഫർട്ടബിൾ ആട്ടോ ഇരിക്കാൻ. നല്ല സുഖമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. ഹൈറ്റ് സെയിം ആണ്. ഈ ഹൈറ്റിൽ തന്നെ വേണമെന്ന് പറഞ്ഞ അളവെടുപ്പിച്ച് കൊണ്ടുപോയി ചെയ്യിച്ചതാ. 28 ഇഞ്ച് വരെയാണ് എനിക്ക് തോന്നുന്നത്. കൃത്യം ഞാൻ ഓർക്കണില്ല കേട്ടോ, അപ്പൊ ചോദിച്ചാൽ അറിയാം. അങ്ങനെ അപ്പൊ അവര് 6 ചെയർ റെഡി ആയി കഴിഞ്ഞപ്പോ അവര് ഇങ്ങോട്ട് അപ്പനെ വിളിച്ചേച്ച് പറഞ്ഞു, സാറെ കൊടുത്തു വിട്ടേക്കാം കേട്ടോ, അവരുടെ വണ്ടി ഇവിടെ അവൈലബിൾ ആ, കൊടുത്തു വിട്ടേക്കാം വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞ. ശരി കൊടുത്തു വിട്ടേരാന്ന് പറഞ്ഞു. അപ്പൊ സാറ് സമയം പോലെ വന്നാൽ മതി, പൈസ സമയം പോലെ വന്നാൽ മതി, അത് വെറുതെ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ വണ്ടി വന്ന സാധനം ഇറക്കി വെച്ചേച്ച് എന്നോട് പറഞ്ഞ് എല്ലാ ചെയറും ഒന്ന് നോക്കിയാലേ കേട്ടോ, അതിന്റെ സംഗതികളൊക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലും ഇത് തകരാറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം, ഞാൻ പൈസ കൊടുത്തേച്ച് വരാമെന്ന് പറഞ്ഞു. അതിന്റെ പുറകെ തന്നെ അപ്പ സ്കൂട്ടറിൽ പോയി. ഞാൻ ഒരു ചെയറിൽ ഇങ്ങനെ എല്ലാ ചെയറും, എന്നാ പോളിഷുകാരുണ്ടായിരുന്നു ഇവിടെ, എല്ലാ ചെയറും ഇല്ലേ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു ചെയർ ഇരിക്കുമ്പോ ഇല്ലേ ഇങ്ങനെ കുലുങ്ങണു. അപ്പൊ ഞാനോർത്ത് ഇത് എന്നാ പോലും കുലുങ്ങണേ, ഇത് എന്നാണ് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്ത്. എനിക്ക് വലിയ പിടിപാടൊന്നും ഇതിനെ പറ്റിയില്ല. അപ്പൊ എന്റെ ചിന്ത മുതൽ ഇങ്ങനെ വളച്ചു വെച്ചിട്ടില്ല ഇത്. അപ്പൊ എന്റെ ചിന്ത മുതൽ ഇങ്ങനെ വളഞ്ഞിരുന്ന് ഇതൊരു വളഞ്ഞു പോയതായിരിക്കും, എനിക്ക് അറിയില്ല എന്നാന്നുള്ളത്. അപ്പൊ ഞാൻ മറ്റേ ചെയർ എടുത്ത് നോക്കിയപ്പോ എല്ലാ ചെയറിനും അങ്ങനെ വളവുണ്ട്, അതിന്റെ അല്ല. ഞാന് ഈ കുടുകുടുന്ന് ഒച്ച കേൾക്കണ ചെയർ, എനിക്ക് വലിയ ബോധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള യാതൊരു ബോധവും എനിക്കില്ല കേട്ടോ. അപ്പൊ മറ്റേ ചെയർ ഞാൻ എടുത്ത് നോക്കിയപ്പോ പിടികിട്ടി, കാണിച്ചു തരാം. ഇങ്ങനെ ഏത് ചെയറിന്റെയാന്ന് ഞാൻ മറന്നുപോയിട്ടോ. ഇങ്ങനെ എല്ലാത്തിനും ബുഷ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തേയില അല്ലെങ്കിൽ ഒരയൂല്ലേ, അതെല്ലാവരും ബുഷ് വെച്ച് തരും, പക്ഷെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്ന ഒരു ചെയറിലെ പറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് ഫിറ്റ് ചെയ്തിരുന്ന ബുഷില്ലേ, അത് അവര് ട്രാൻസ്പോർട്ടേഷനില് വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അതിന്റെ നട്ട് ഊരിപ്പോയി. അപ്പൊ ആ ബുഷും നട്ടും ഇല്ല. അപ്പൊ നോക്കിയപ്പോ ഞാൻ ഇരുന്ന ചെയറിൽ 3 കാലില് ബുഷുണ്ട്, 1 ബുഷില്ല. അപ്പൊ എനിക്ക് പിടികിട്ടി എന്നാ പ്രശ്നമെന്നുള്ളത്. ഉടനെ തന്നെ ഞാൻ അപ്പനെ വിളിച്ചു, ഫോണിൽ വിളിച്ചപ്പോ അപ്പൊ ആ ഷോപ്പിൽ അവരോട് വർത്താനം പറഞ്ഞിരിക്കോ, പൈസ ഒക്കെ കൊടുത്തേച്ചു. അപ്പൊ പറഞ്ഞിങ്ങനെ ഒരു കാലിന് ഇങ്ങനെ ഒരു ചലനം ഉണ്ട്, അപ്പൊ ബുഷ് അതിലില്ല, നട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് അതിന്റെ ഹോളുണ്ട് അതില്, അത് ശരി ബുഷ് കയറ്റി നട്ടിട്ടതിന്റെ ഹോളുണ്ട്, പക്ഷെ സാധനം എന്നാണ്ട് പോയത്. അത് അവരിങ്ങനെ ട്രാൻസ്പോർട്ടേഷന്റെ ഇടയിൽ സംഭവിച്ചതായിരിക്കും. അപ്പൊ അവര് ഒരു നട്ടിന് പകരം 3 നട്ടും 3 ബുഷും കൊടുത്തു വിട്ടു. പിന്നെ അപ്പൊ വന്ന് ചുളി കൊണ്ട് തിരികെ സ്പാനർ കൊണ്ട് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു ഇതുണ്ടായി, പിടിവിടുന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊരാൾക്കല്ലല്ലോ കൊണ്ടുപോകാൻ, വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകാനല്ലേ. ഇത് ഇരുന്ന് കഴിയുമ്പോ ഈ സ്പോഞ്ചിന്റെ പൊങ്ങിയിരിക്കുന്നത് അങ്ങ് താഴേക്കാവൂട്ടോ, നല്ല സുഖമായിരിക്കാം. ഞാനിത് ഇരിക്കുമ്പോ മരം പോലെ ഇരിക്കുന്ന വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല, ഈ സ്പോഞ്ചിന്റെ പൊങ്ങിയിരിക്കുന്ന ഭാഗം അങ്ങ് താഴേക്ക് വരും. നല്ല രസാട്ടോ, നല്ല കംഫർട്ടബിൾ ആയിരിക്കാനായിട്ട്. അപ്പൊ പിന്നെ വർക്ക്ഷോപ്പില് അവരുടെ വണ്ടി വന്നു കഴിഞ്ഞപ്പോ
പോളിഷ് ചേട്ടന്മാരകത്തേക്ക് എടുത്തിട്ടത്. അവര് സിറ്റ് ഔട്ടിൽ വെച്ചേച്ച് പോയത്. അവരോട് അകത്തേക്ക് കയറേണ്ട, മഴ പൊടിയുണ്ടായിരുന്നു, അവരോട് പൊക്കോളാൻ പറഞ്ഞപ്പോ ആ ചേട്ടന്മാരകത്ത് കൊണ്ടുപോയെല്ലാം ഇട്ട് തന്ന. അപ്പൊ അവരപ്പോഴും വെച്ച് എന്നെ സാറ് ഇങ്ങനെ പൊക്കം കുറച്ച്, പിന്നെ എല്ലായിടത്തും കസേര ഹൈറ്റിലല്ലേ. അപ്പൊ അന്നേരം അപ്പൊ അതിന്റെ കാരണം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണുമുറിയിൽ ഒരുപാട് നേരം ഇരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അപ്പയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നില്ല. എനിക്ക് പക്ഷേ ഇല്ലേ, എനിക്ക് ഊണുമുറിയിൽ ഇരുന്ന് കുറെ നേരം വർത്താനം പറയണൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പയ്ക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് ഡ്രോയിങ് റൂമിലാണ് കൂടുതലും താല്പര്യം. ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കല് വളരെ അപൂർവമാണ്. എന്തെങ്കിലുമൊക്കെ ഒക്കേഷനുള്ള സമയത്തും ആരെങ്കിലുമൊക്കെ വരുമ്പോഴും മാത്രമേ ഊണുമുറിയിൽ ഇരുന്ന് കഴിപ്പ് കൂടുതലും. അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകും കഴിക്കാൻ. അപ്പൊ അങ്ങനെയാണ് കഴിപ്പ്. അപ്പൊ എനിക്കിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്തൃതമായിട്ട് ഓടി നടക്കാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് ചേർ എങ്ങനെ ഇരുന്നാലും വേണ്ടില്ല, ബലം ഉണ്ടായിരിക്കണം. പൊക്കം ഇല്ലെങ്കിലും പൊക്കം ഉണ്ടെങ്കിലും ഒന്നും എനിക്ക് വിഷയമല്ല. സ്പേസ് കിട്ടണം. എനിക്കിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാൻ സ്പേസ് വേണം. അവിടെയൊക്കെ ഒന്ന് തട്ടും ഇവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡൈനിങ് ടേബിളിന്റെ ചരിത്രവും പറഞ്ഞില്ലേ, എങ്ങനെയാണെന്നുള്ളത്, പുതിയ നിർമ്മാണവും പറഞ്ഞില്ലേ, ചെയറിന്റെ പറഞ്ഞില്ലേ, പഴയ ചെയറും കണ്ടില്ലേ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും കാണുന്ന ഒരു പ്രതീതി ആയില്ലേ എന്റെ സംസാരം. പിന്നല്ല. ഓക്കെ, ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ അവിടെ വന്നുണ്ട് പാല് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, കേറി വരുമ്പോ കാണാം. ഓക്കെ, നീ സെറ്റ് കാണിക്കാം, അത് എടുത്ത് വെച്ചേച്ച് കാണിച്ചാ പോരെ. അപ്പൊ അവിടെ നിന്ന് വരുന്നത് കൂടെ എടുക്കാം. അപ്പൊ വാല് തുറന്നിട്ടുണ്ടോ അവിടെ? ഞാൻ പാലെടുത്ത് വെച്ചോളാം. ഇത് മാറ്റാട്ടോ, തുടച്ചു തുണി. അപ്പ പോയി വരുന്നു. അപ്പയുടെ ചുമന്ന ഷർട്ട് അമ്മ മാറ്റാൻ പോവാന്നാ പറഞ്ഞേ. പക്ഷെ ചുമന്ന ഷർട്ട് ഈ ലക്കത്തിലെ വീഡിയോയിൽ അധികം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പൊക്കം കുറഞ്ഞ ചെയേഴ്സിന്റെ മേടിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഒന്ന് പറഞ്ഞേരെ. പൊക്കം കുറഞ്ഞ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അതിപ്പോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേശ മാത്രമേ പുറത്ത് കാണൂ, എക്സ്പോസ്ഡ് ആയിട്ടൊന്നും കിടക്കില്ല. മറ്റത് മേശയുടെ മുകളിലേക്ക് ഈ ഇതിന്റെ അത് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ഇൻകൺവീനിയന്റ് ആണ്. മാത്രമല്ല മേശയിൽ നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുതൽ ഇരിക്കുന്നില്ല. അപ്പൊ അതിൽ വളരെ ലീഷർലി കംഫർട്ടബിൾ ഒരു സീറ്റിങ്ങിന് പ്രസക്തിയില്ല. ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു, 10-15 മിനിറ്റ് കൊണ്ട് ഊണ് കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അത് കഴിയുമ്പോൾ ആ മറ്റേ കസേര അകത്തോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു കസേര ഉണ്ടെന്ന് പോലും അറിയാം. പിന്നെ കസേരയുടെ ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരുപാട് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഒക്കെ ബുദ്ധിമുട്ടാണ് ആ പൊങ്ങി നിൽക്കുന്നത്. അതിന് യാതൊരു ആവശ്യവും ഇല്ല. ഇരിക്കുക, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതോ 10-15 മിനിറ്റ് നേരത്തേക്ക് മാത്രം. അപ്പൊ അതിന്റെ ആ ഒരു സ്പേസിന്റെ കൺസ്ട്രെയിൻസ് എല്ലാം മാറി കിട്ടും. അപ്പൊ ഇതും കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോ മേശ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കസേര അടിയിൽ നിന്ന് വലിച്ചെടുക്കണം. ഞാനിവിടെ ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോ അവര് ഈ സിംഗപ്പൂര് ജോലി ചെയ്തവരാ, 30 വർഷമായിട്ട്. അപ്പൊ അവരൊരു മേശ കൊണ്ടുവന്നിട്ടുണ്ട്, ഡൈനിങ് ടേബിള്. അത് ചൂരല് കൊണ്ട് നെയ്ത മേശയാണ്. ഗ്ലാസോ തടിയോ ഒന്നും അല്ല, ചൂരലിന്റെ മേശ. അപ്പൊ അതിങ്ങനെ നെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മേശ ഭംഗിയായിരിക്കുന്നു. അതിന്റെ അടിയില് ആണ് ഞാൻ ആദ്യമായിട്ട് ഈ മേശയുടെ അടിയിൽ പോകുന്ന കസേര കണ്ടത്. അതിലും ചൂരലിന്റെ കൊണ്ട് തന്നെ നെയ്ത കസേര നല്ല മനോഹരമായിരിക്കുന്നു. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഇടപാട് ചെയ്യാമെന്ന് തോന്നിയത്. പിന്നീട് മേശ വളർന്നപ്പോ ആ രീതിയിൽ ഇപ്പൊ ഈ കസേര കൊണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പൊ മേശ മാത്രം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ദൂരെ നിന്ന് കാണുമ്പോഴും മേശ മാത്രമേ കിടക്കുന്നതായിട്ട് തോന്നുന്നു. പലരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കസേര എന്ത് ചെയ്യുന്നു. പഴയ കസേരക്ക് പിന്നെ ഇത് പറഞ്ഞാലും ഞാൻ മറന്നുപോയിരുന്നു റേറ്റ്. ഏതാ? ഇതിന് ഒരു കസേരക്ക് 3800 രൂപ. അത് ഒന്നാന്തരം തേക്കിന്റെ കാതല് മാത്രമായിട്ട്, അതായത് ആ ഹാർഡായിട്ടുള്ള ഡാർക്ക് കളറിലുള്ളത് മാത്രമായിട്ട് എടുത്തിരിക്കുന്ന ഒരു കസേരയാണ്. തേക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാതെ. ഇത് ചേർത്തിട്ട് നോക്കി, ഇത് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു തരി പോലും ഇവിടെ നിന്നൊരു ഇതെടുത്ത് നോക്കി, മേശ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മേശ മാത്രം. ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോ ഫോർമൈക്ക
പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടാടി കുനിഞ്ഞിരുന്ന ഈ തട്ടുകൾ അടിച്ചില്ലേ റിപ്പയർ ചെയ്തിട്ട്, എന്നിട്ട് അത് മാറ്റി വെച്ച് ഗ്ലാസ് ഇങ്ങനെ വെപ്പിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചിട്ടുണ്ടോ അവിടെ? മേശ മാത്രമേ ഉള്ളൂ. അതല്ല ഇവിടെ നോക്കുമ്പോ കസേര കാണത്തക്ക രീതിയിൽ എടുത്ത് നോക്കി. അങ്ങോട്ട് വരാം. കസേരയുടെ പൊസിഷൻ കണ്ട രണ്ടെണ്ണം കൂടി ഇരിക്കുന്നത്. അതെ 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 അതെ. അഭിപ്രായം പറയുക, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാ. നിങ്ങളിത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ പോളിഷ് കഴിഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കണു. ഫുൾ പോളിഷൊക്കെ കഴിഞ്ഞ് സൂപ്പറായി അല്ലേ? സൂപ്പറായി. ഫസ്റ്റ് ടൈം വർക്ക് ചെയ്ത് വാതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം ഒന്ന് പോളിഷ് ഇട്ട് അന്നേരം അത് ഉണങ്ങിയൊക്കെ കഴിഞ്ഞ തടി, പ്ലാവിൻ്റെ തടി ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് ഈ ബിനു തന്നെയാണ് പോളിഷ് ഇട്ടത്. അതിനുശേഷം പിന്നെ പെയിൻറ്റിങ് നടത്തിയവരെ കൊണ്ട് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ടച്ചൂട്ട് അടിപ്പിക്കുകയോ ചെയ്തത്. പിന്നെ ബിനുവിനെ വിളിച്ചില്ലായിരുന്നു, അത്രയ്ക്ക് അഴുക്കൊന്നും ആയില്ലായിരുന്നു. പിന്നെ ഇപ്പം 10 വർഷമായി വാതിൽ ഫിറ്റ് ചെയ്തിട്ട്. പിന്നെ 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഫർണിച്ചറൊക്കെ സെറ്റിയുടെ ഹാൻഡിൽ കൈ വെക്കാനിടം എല്ലാം ഭയങ്കര അഴുക്കായിരുന്നു. അപ്പം ആ സെറ്റിയും ടീപ്പോയും ഈ വാതിലും മാത്രമായിട്ട് പോളിഷ് ചെയ്യാൻ വേനൽക്കാലത്ത് പറഞ്ഞ. അപ്പൊ പുള്ളിക്ക് വേനൽക്കാലത്ത് ഒരുപാട് വർക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സാറിന് ധൃതിയില്ലല്ലോ, ഞാൻ പതുക്കെ വന്ന് ചെയ്തോളാം, തുറച്ചു നോക്കിയെന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, വന്ന് ചെയ്തു തന്നാണ് പുള്ളിയും പുള്ളിയുടെ ഒരു സഹായങ്ങൾ. അപ്പൊ ഇത് കംപ്രസർന്നോ അതാണ്ട് പറഞ്ഞൊരു മെഷീൻ കൊണ്ടുവന്ന് ലാസ്റ്റ് സ്പ്രേ പെയിന്റ് ചെയ്തതാണ്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു, വീഡിയോ കണ്ടതാ. അതിനെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് വാതിലിന്റെ ഫൈനൽ രൂപ. അതെ, പിന്നെ നമുക്ക് അകത്തേക്ക് കിടക്കാം. അകത്ത് സെറ്റി പോളിഷ് ചെയ്തു. സെറ്റി പോളിഷ് മൊത്തം ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി, എല്ലാത്തിനും ക്ലീൻ ആക്കി. അതെ അതെ അതെ. പണിയിച്ച സെറ്റി ഒന്ന് കാണിച്ചു തരാം. തേക്കിന്റെ കണ്ടോ, ഇതെല്ലാം ക്ലീൻ ആയി. ഈ സെറ്റി ഒരു 20 കൊല്ലം മുമ്പുള്ള കടവന്തര ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. ആ സെറ്റി വാങ്ങിച്ച ഒപ്പം തന്നെ വാങ്ങിച്ച ദിവാനാണത്. പക്ഷെ അന്നുണ്ടായിരുന്ന അപ്പോൾസ്ട്രി ഒക്കെ മാറ്റി വേറെ അപ്പോൾസ്ട്രി ഇട്ടതാട്ടോ. വൈറ്റിൽ ഓർക്കുണ്ടോ ലൈനായിട്ടുള്ള അതിന്റെ അപ്പോൾസ്ട്രി മാറ്റി സെയിം ആയിരുന്നു രണ്ടിന്റെ. അപ്പൊ ഇത് ഈ സെറ്റി ഈ ആ ദിവാനും കടവന്തര ഒരു ഷോപ്പ്. ഇപ്പൊ ഫർണിച്ചർ ഷോപ്പ് അവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. മെട്രോയൊക്കെ വന്നപ്പോൾ അതൊക്കെ പോയി. 20 കൊല്ലം മുമ്പുള്ളതാണ്. പിന്നെ ഈ ടീപ്പോയി പക്ഷെ ഞങ്ങളിപ്പോ പറഞ്ഞ സിയോൽ ഫർണിച്ചറിൽ പറഞ്ഞ് ഇതിന് മാച്ചിങ് ഉള്ള ഒരെണ്ണം ഉണ്ടാക്കിച്ചതാണ്. ഇതൊരു 6-7 കൊല്ലം ആയോളൂ. 7 അല്ല കേട്ടോ, ഇത് റിപ്പയർ ചെയ്തപ്പോ ചെയ്ത 10 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇവിടെ കിടന്നത് നേരത്തെ ഒരു ഗ്ലാസ് ഇട്ട് ടീപ്പോയി ആയിരുന്നത് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റി അപ്പുറത്തെ റൂമിലുണ്ട്. ഇതിന്റെ പ്രത്യേകത അപ്പൊ പറഞ്ഞിട്ട് ചെയ്തു. അതിങ്ങനെ ബുഷ് വെച്ചിട്ട് ദേ ലോക്കില്ലേ, ലോക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇത് റോളി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ 2 കോർണർ ടു കോർണർ ചെയ്തുണ്ട്. ഇങ്ങനെ അങ്ങനത്തെ ഓരോരുത്തർക്കും ടീ സെർവ് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് കൊണ്ടേ വെക്കാം. പറഞ്ഞിട്ട് ചെയ്തത് അവരെങ്ങനെ. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത് സാധനം വലുതാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ സൗകര്യം. ഞങ്ങൾ സാധാരണ ചെയ്യണം, നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ടീപ്പോയുടെയും സെറ്റിയുടെയും മീതെ ഷീറ്റുകൾ വിരിച്ചു. ടീപ്പോയുടെ മീതെ കിടക്കുന്ന ഒരു ടർക്കിയാണത് മോശമായി. ഇനിയിപ്പോ വേറെ ഒരു ടർക്കി നമുക്ക് നാളത്തെ കോൺവെന്റ് റോഡിലൊന്ന് പോകാൻ, കുറച്ച് സാധനം മേടിക്കാൻ എന്റെ നേരം മേടിക്കാം. ഇതിങ്ങനെ താഴത്തേക്ക് അല്ല മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിരങ്ങൂല, പൊക്കി വെക്കണം. താഴത്തേക്ക് വെച്ച് കഴിയുമ്പോ നിരങ്ങും. ഇങ്ങനെ അതിന്റെ പ്രത്യേകത. അത് പറഞ്ഞു ജയിച്ചതാ. അത് കൊള്ളാം. സിമ്പിൾ ആയിട്ടുള്ള സാധനം, എല്ലാ സാധനവും സിമ്പിളാണ്. പിന്നെ ഇത് ഞാൻ വരുമ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ പറഞ്ഞത് 84 ലോറ്റ് ഉണ്ടാക്കിച്ച തേക്കിന്റെ. അത് പുളിമൂട്ടിൽ ഇങ്ങനത്തെ ഒരു സെറ്റി ഉണ്ട്. അപ്പൊ അവിടെ പോയി അപ്പ അളവെടുത്ത് 2 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റിയായിട്ട് ഉണ്ടാക്കിച്ചതാന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിൽ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. 40 കൊല്ലമായി എന്നല്ല പറഞ്ഞു. എനിക്ക് ഇതും ഫുൾ പോളിഷ് ചെയ്തു, നല്ല അടിപൊളിയായി. പോളിഷിങ്ങൊക്കെ നന്നായിട്ടുണ്ട്. അവരുടെ വർക്കെല്ലാം അവരുടെ വളരെ നല്ലതാണ്. അപ്പൊ ഒത്തിരി വർഷം കൂടി ചെയ്തതാണ് നമ്മൾ പോളിഷിങ് കട്ടിട്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് വർഷമായി. അപ്പൊ അത്രയേ ഉള്ളൂ പ്രത്യേകത. പിന്നെ വേറെ ഒന്നും കാണാനില്ല. നിങ്ങള് പറഞ്ഞതുകൊണ്ട് മാത്രം കാണിച്ചതാട്ടോ. പെട്ടി പെയിന്റിങ് ഇട്ടവരെയൊക്കെ ടപ്പാന്ന് പോളിഷ് ഇട്ട് അത് തെച്ചുകൂടാ. അതെ അതെ, അതന്ന് ചെയ്തത് കണ്ടതാ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും ടീപ്പോയിലും ചുമ്മാ ഒരു ടർക്കി വിരിക്കാറ്. എന്തെങ്കിലുമൊക്കെ
ആവശ്യങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടുന്ന സിറ്റുവേഷനൊക്കെ ഉള്ളപ്പോൾ ടർക്കി മാറ്റി നല്ലൊരു ഷീറ്റ് വിരിക്കും. ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലേസിൻ്റെ ഷീറ്റ് വിരിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഈ സെറ്റുകളും ഇതിൽ ഞാനൊരു ചെക്കിൻ്റെ ഇതിൻ്റെ മെറ്റീരിയൽ മേടിച്ച് ചുമ്മാ അടുപ്പിച്ചതാണ് അതിലേക്കിടാം. ആ ടീപ്പോയ്ക്ക് ഇതിനും ദിവാനും. അപ്പോൾ എപ്പോഴും എല്ലാം കുറേ പേര് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അപ്പോൾസ്ട്രി ഇങ്ങനെ മോശമായതുകൊണ്ട് അങ്ങനെ മൂടിയിട്ടേക്കണതല്ലേ, നിങ്ങൾ പിന്നെ ഈ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് പ്രയർ മീറ്റ് കണ്ട് നടന്നപ്പോൾ നമ്മൾ ചെയറെല്ലായിട്ട് കാണിച്ചില്ലേ, ചെയറെല്ലായിട്ട് കാണിച്ചപ്പോൾ അച്ഛനെ ഇരുത്താനായിട്ട് തേക്കിൻ്റെ സെറ്റ് മാത്രമേ വിട്ടുള്ളൂ. ബാക്കി സെറ്റ് എല്ലാം ടീപ്പോയിലേക്ക് മകത്ത റൂമിലേക്കൊക്കെ എടുത്ത് എല്ലാം മാറ്റും. അത് ആ വീഡിയോയിലുണ്ട്. അന്നേരം ഒരു ആളതിൻ്റെ കമൻറ്റ് എഴുതിയത് എനിക്ക് ഭയങ്കര ചിരിക്കണ ഒരു ഇതായിരുന്നു. അതായത് അവർ കമൻറ്റിൽ തന്നേക്കുവാണ്, നിങ്ങൾക്ക് പ്രയർ മീറ്റ് നടത്തുമ്പോഴെങ്കിലും ആ ഷീറ്റ് ഒന്ന് മാറ്റി മര്യാദയ്ക്ക് ഇട്ടുകൂടെയെന്ന്. ആ ലാംഗ്വേജ് തന്നെയാണ് ചോദിച്ചിരുന്നത്. ഞങ്ങൾ പ്രയർ മീറ്റ് നടത്തിയപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളുടെ പ്രയർ മീറ്റിൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണമെന്ന് എല്ലാവർക്കും കാണാം. ഞങ്ങൾ അന്നേരം എല്ലാ പ്ലാസ്റ്റിക് ചെയർ റെൻറ്റിനെടുത്തിട്ട് ആ ചെയറുകൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് അപ്പം അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആളെ ഞാനല്ലാട്ടെ ഇവർ രണ്ടുപേരും കൂടെ അറേഞ്ച് ചെയ്തു. പിന്നെ സ്പെഷ്യലായിട്ട് അച്ഛൻ വരുമ്പോൾ അച്ഛനിരിക്കാനായിട്ട് ആ സെറ്റ് ഇവിടെ ഇട്ട് ഈ ടീപ്പോയും ഇവിടെ ഇട്ട് ബൈബിളൊക്കെ വെക്കണ്ടേ അറിയാം വരുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ആവശ്യത്തിന് അപ്പം അന്നേരം ആ സെറ്റിൽ ഷീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും. ശരിക്കും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് ആര് കമൻറ്റ് പറയുവാണെങ്കിലും ദയവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടേച്ച് തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ കാരണം വ്യക്തമായി കാണാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഷീറ്റ് വിരിച്ചിടണേന്ന്. അങ്ങനെ ഇടുന്നത് കൊണ്ട് അധികം പൊടികൾ അടിക്കാറില്ല. പിന്നെ പൂച്ചകൾ കയറും, പൂച്ച ചാടി കയറി എപ്പോഴും സെറ്റിയിട്ട് കയറുവാൻ ജനലിൻ്റെ അരികിൽ ആ സെറ്റുകൾ കിടക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ വിരിച്ചിടുന്നത്. പിന്നെ ഓരോരുത്തർക്കും കോൺഫിഡൻഷ്യലായിട്ട് ഓരോരുത്തരുടെ വീടുകളിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മളത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ഇത് ഈ പ്രയർ മീറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തൊരു ഇതായിട്ടാണ് ഓരോരുത്തരും ഇത് പറയണേന്ന്. അപ്പം നിങ്ങളെ കാണാത്തവരും അതൊന്ന് എടുത്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് എങ്ങനെയാണ് കിടക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കണോണ്ട് പറഞ്ഞതാ, അല്ലാണ്ട് ഞങ്ങൾക്ക് അപ്പോൾസ്ട്രി ഇല്ലാഞ്ഞിട്ടോ അപ്പോൾസ്ട്രി മോശമായതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾസ്ട്രി മോശമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തോന്നണ അത് മോശമാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് മാറ്റും. ഓക്കെ.